24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദം ആരംഭിച്ചു ഇന്നലെ. നിങ്ങൾക്കറിയാം, ഇവിടെ രാഷ്ട്രീയം പറയാം എന്നാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇന്നലെ കാഞ്ഞങ്ങാട്ടായിരുന്നു, ഇന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് പരിപാടി. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് സംവാദം അരങ്ങേറുക. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് പരിപാടിയുടെ അവതാരകനായിട്ട് എത്തിയിട്ടുള്ളത്. തത്സമയം പ്രേക്ഷകർക്ക് 24-ിലൂടെ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ കണ്ണൂരിൽ നടക്കുന്ന പരിപാടി ആസ്വദിക്കാം. അപ്പോൾ ഇതിൽ മുന്നണി നേതാക്കന്മാർക്ക് പങ്കെടുക്കാം, പ്രേക്ഷകർക്ക് പങ്കെടുക്കാം, 24 കണക്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പങ്കെടുക്കാം, ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. അപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്ക് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എപ്പോൾ കണ്ണൂരെത്തി? എപ്പോഴായിരിക്കും ഈ സംവാദം അടിച്ചു പൊളിക്കുക? പറയൂ. എസ് കെ വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് ഇന്നലെ വലിയ പ്രേക്ഷക പിന്തുണയിൽ വലിയ വിജയകരമായി ഇവിടെ രാഷ്ട്രീയം പറയാമെന്നുള്ള നമ്മുടെ സംവാദ പരിപാടി പൂർത്തിയാക്കി. അതിന് രാത്രി തന്നെ നമ്മൾ കണ്ണൂരേക്ക് ഇനി മടങ്ങി അവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉള്ളൂ എസ് കെ കണ്ണൂരേക്ക്. എന്തായാലും എസ് കെ കണ്ണൂരേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപക്ഷെ ആദ്യ 3 പേരുകാരിൽ കണ്ണൂർ ഉണ്ടാകുന്നതായിട്ടൊരു ഉറപ്പുമില്ല, ഒരു 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന കണ്ണൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതും സാക്ഷാൽ കെ സുധാകരനും സാക്ഷാൽ MV ജയരാജനും പാർട്ടി ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ അതൊരു തീവാറും പോരാട്ടം. അതായത് സംസ്ഥാനത്തെ നടക്കുന്ന ഏറ്റവും തീവാറും പോരാട്ടം നടക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങളുടെ പട്ടികയിൽ കണ്ണൂർ മുൻപന്തിയിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ വീറും വാശിയും ആവേശവും ഒക്കെ ഇവിടെ ഓരോരോ ഇഞ്ചിനും പ്രകടമാണ്. സ്കേൻ ഇവിടെ ഫ്ലെക്സുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 3 സ്ഥാനാർത്ഥികളും വളരെ സജീവമായി പ്രചരണ രംഗത്താണ്. അപ്പോൾ നമ്മൾ ആ സമയത്താണ്, ഒരുപക്ഷെ ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക്, കണ്ണൂരടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരൊറ്റ മാസം പോലും ഇല്ല, ആ സമയത്താണ് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എസ് കെ പറയുന്ന പോലെ 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ആ ചർച്ചയിലുണ്ടാകും. പ്രിയപ്പെട്ട കണ്ണൂരുകാർ ഇവിടെ ഉണ്ടാകും. നമ്മുടെ 24 കണക്റ്റിൻ്റെ അംഗങ്ങൾ, നമ്മുടെ പ്രിയങ്കരന കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടാകും. അങ്ങനെ വളരെ ഏറ്റവും സജീവമായ വീറും വാശിയുമുള്ള ഒരു ചർച്ച നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എസ് കെ ഇവിടെ നേരത്തെ സിദ്ദീഖ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് പോലെ തോൽവി സമ്മതിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. ഇവിടെ PK ശ്രീമതി അട്ടിമറിച്ചുകൊണ്ട് മണ്ഡലം പിടിച്ചെടുത്ത കെ സുധാകരൻ ആ വിജയവഴി ആവർത്തിക്കാൻ ആഞ്ഞ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരിക്കൽ കൂടി കണ്ണൂർ കോട്ട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു CPM. അതുകൊണ്ടാണ് അവരുടെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ ഇറക്കി മത്സരം. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കഴിഞ്ഞ ഡിസംബറിൽ മാത്രം വന്ന രഘുനന്ദനാണ് ഇപ്പോൾ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. അപ്പോൾ 3 മുന്നണികൾ കൂടി 3 പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി മത്സരിക്കുമ്പോൾ ഇവിടെ പോരാട്ടം തീവാറും. അപ്പോൾ ഉറപ്പായും നമ്മുടെ ചർച്ചയും തീവാറും. ഇവിടെ എസ് കെ നമ്മുടെ സജോ ദേവസ്യ ഉണ്ട്. സജോ, എല്ലാം ഓക്കെ അല്ലേ? 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ജനസാഗരമാവും. നല്ല വെയിലൊക്കെയാണ് ഇന്നലെ. വെയിലുണ്ട്. 4 മണിക്കാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ അറിയാം. 3 മുന്നണികളെയും പ്രതിനിധീകരിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും. UDFനെ പ്രതിനിധീകരിച്ച് റിജിൽ മാക്കുറ്റിയാണ് KPCC അംഗം പങ്കെടുക്കുക. ഒപ്പം LDFന് വേണ്ടി PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. BJP അതായത് NDA പ്രതിനിധീകരിച്ച് KK വിനോദ് കുമാർ എന്നിവരായിരിക്കും പങ്കെടുക്കുക. മുഴുവൻ പ്രേക്ഷകർക്കും അവരുടെ നിലപാട് പറയാം. ഈ സ്റ്റേഡിയം കോർണറാണ്, ജവഹർ സ്റ്റേഡിയം കണ്ണൂർ ടൗണിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ്. അതിനോട് ചേർന്ന കോർണറാണ്. അവിടെ മുഴുവൻ പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ്. നിലപാടുകൾ പറയാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ എസ് കെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുകാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, രാഷ്ട്രീയക്കാരെ ഒക്കെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിലേക്ക് 4 മണിക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവതാരകൻ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ പരിപാടി. 4 മുതൽ 5 വരെ 24-ൽ ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അത് കാണാൻ പ്രേക്ഷകർക്ക് അവസരം.